മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് ആദ്യമേ പറയാൻ സ്വാദിക്ക്. പക്ഷെ സ്വാതി എന്നെ പറയാതെ ഒരുമാതിരി എന്നെ ഇങ്ങനെ പ്രാന്തനാക്കിക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി. ആ ലാസ്റ്റ് എനിക്കൊരു എൻഡ് വേണമെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഇവിടുന്ന് അബുദാബിയിലേക്ക് പോയത്. അവിടെ ചെന്നപ്പോൾ അവൻ എനിക്ക് മെസ്സേജ് അയക്കുന്നത് നിന്റെ വൈഫൊക്കെ മുമ്പാണെന്നുള്ള രീതിയിലൊക്കെയാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് അറിയത്തില്ല അതിൻ്റെ റീസണും കാര്യങ്ങളും. അത് സ്വാതിയോട് ചോദിക്കുമ്പോൾ സ്വാതിക്ക് അറിയത്തില്ലെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അവന് എന്തോ ഒരുമാതിരി അവന്റെ വൈഫിനെ ഞാൻ പിടിച്ചു വെച്ച പോലെയാണ് അവൻ എൻ്റെ അടുത്ത് പെരുമാറിയത്. ഈ അവി ബ്ലോഗ് എന്നറിയപ്പെടുന്ന നമ്മുടെ അവിനാശിനെയും അതുപോലെ തന്നെ സ്വാതിയെയും തീർച്ചയായിട്ടും മലയാളി പ്രേക്ഷകർക്ക് വളരെ പരിചിതമാണ്. വളരെ ഇഷ്ടപ്പെട്ട രണ്ട് ജോഡികളായിരുന്നു ഇവർ എന്നുള്ളതാണ്. ഇവരുടെ ഫാമിലി ബ്ലോഗ് എല്ലാം തന്നെ കാണാൻ വേണ്ടി ഒരു കാലത്ത് നല്ല ഒരു റഷ് തന്നെ അനുഭവപ്പെട്ടിരുന്നു. ആ സമയത്ത് ഏകദേശം 4 ലക്ഷത്തോളം സബ്സ്ക്രൈബറും ഇവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അവരുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ഇപ്പോൾ ഡിവോഴ്സിലേക്ക് പോവുകയുമാണ്. അതിനുള്ള കാരണങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് അവിനാശ് തന്നെ ഒരു വീഡിയോ അദ്ദേഹത്തിന്റെ ചാനലിൽ ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് പോകാം. അതിന് മുന്നേ ആരാണ് അവിനാശ് എന്നറിയാത്തവർക്കായിട്ട് ഒരു ചുരുക്കം. അവിനാശ് എന്ന് പറയുന്ന വ്യക്തി ഒരു കാലത്ത് മലയാളത്തിൽ ട്രാവൽ ബ്ലോഗുമായി നിറഞ്ഞു നിന്ന ഒരു താരമായിരുന്നു എന്നുള്ളതാണ്. ആ സമയത്ത് ട്രാവൽ ബ്ലോഗൊക്കെ വളരെ റെയറായിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് അദ്ദേഹത്തെ ഒരു ഹോണ്ട ഡ്യൂ ബൈക്കിന്റെ മുകളിൽ ലോകം ചുറ്റിക്കാണാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് മലയാളി പ്രേക്ഷകരെ സ്വാധീനിച്ച ഒരു ചെറുപ്പക്കാരനായിരുന്നു. ആ സമയത്താണ് ഈ സാദി എന്ന് പറയുന്ന പെൺകുട്ടിയുമായി സ്നേഹത്തിലാവുന്നതും വീട്ടുകാരെല്ലാവരും ആ കല്യാണത്തെ എതിർത്തെങ്കിലും അവർ വിവാഹത്തിലേക്ക് പോവുകയും കല്യാണം കഴിക്കുകയും എല്ലാം ചെയ്ത് വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായി ട്രാവൽ ബോക്സിൽ കാര്യമായിട്ടുള്ള റീച്ചുകളും കാര്യങ്ങളും ഒന്നും കുറഞ്ഞപ്പോൾ അദ്ദേഹം അത് മെല്ലെ ഫാമിലി ബ്ലോഗിലേക്ക് മാറി. ആ സമയത്ത് ഫാമിലി ബ്ലോഗിന് വലിയ പ്രചാരമുള്ള ഒരു സമയമായിരുന്നു. മലയാളി പ്രേക്ഷകർ വലിയ രീതിയിലുള്ള ഒരു പിന്തുണ ഈ ജോഡികൾക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം മാറി നമ്മുടെ സ്വാതി ഈ ഗൾഫിലേക്ക് ദുബായിലേക്ക് ബിസിനസ്സിന് വേണ്ടി പോവുകയും അവിടെ പാർട്ണർഷിപ്പിൽ ഒരു ബിസിനസ് തുടങ്ങുകയും ചെയ്യുകയാണ്. ആ സമയത്താണ് അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് നമുക്ക് അവി തന്നെ അദ്ദേഹത്തിൻ്റെ ചാനലിൽ പങ്കുവെച്ച വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് എൻ്റെ പേഴ്സണൽ റീസൺ ആണ് കേട്ടോ. ഓക്കെ, ഞാൻ ഇവിടുന്ന് സ്വാതിക്ക് പോകണമെന്ന് പറഞ്ഞു, ഇന്ത്യക്ക് പുറത്തോട്ട് പോകണമെന്ന് പറഞ്ഞു. ഞാൻ ഒന്നിനും അവളുടെ ആഗ്രഹത്തിന് എതിരല്ല. അവൾക്ക് പോകാനുള്ള വിസ, ടിക്കറ്റ്, കാര്യങ്ങളെല്ലാം ഞാനാണ് ശരിയാക്കി കൊടുത്തത്. അതിനുശേഷം പോയി കഴിഞ്ഞിട്ട് എന്നെ അങ്ങനെ വിളിയും കാര്യങ്ങളൊക്കെ കുറഞ്ഞു വന്നപ്പോൾ ഞാൻ നമ്മൾ ചോദിച്ചു എന്താ വിളിക്കാതെ. അപ്പോൾ പറഞ്ഞ് ഇതുപോലെ തിരക്കാണെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ അലാറം വെച്ചിട്ട് 2:30-3 മണിക്ക് വെളുപ്പിന് 3 മണിക്കൊക്കെ വിളിക്കും, അപ്പോഴും എടുക്കാറില്ല. പിന്നെ നമ്മളെ കുറച്ച് കോമൺ ഫ്രണ്ട്സായിട്ട് അറിഞ്ഞു കുറച്ച് ഇഷ്യൂ കാര്യങ്ങളൊക്കെയാണെന്ന്. അങ്ങനെ ഞാൻ ഇവിടുന്ന് അവളുടെ അടുത്ത് സ്വാതിയുടെ അടുത്ത് ചോദിക്കും ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവൾ എന്നെ മീൻസ് എന്താ പറയുക അങ്ങോട്ട് വരണ്ട എതിർക്കുകയാണ് ചെയ്യുന്നത്. അങ്ങോട്ട് വരണ്ട ആദ്യമൊക്കെ പറയായിരുന്നു വരാനൊക്കെ, പിന്നെ ഞാൻ ചോദിക്കുമ്പോൾ പറയുന്നത് വരണ്ടെന്നാണ് പറയുന്നത്. അതിനുശേഷം ഞാൻ ഇവിടുന്ന് അവളുടെ അടുത്ത് പറയാതെ ഞാൻ ഇവിടുന്ന് അബുദാബിയിൽ പോയി വെറും 4 ദിവസത്തേക്ക് വേണ്ടിയിട്ട്. 4 ദിവസമല്ല, ഞാൻ അവിടെ ഓക്കെ അവൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ജീവിക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടുന്ന് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് അവളുടെ അടുത്ത് പോലും പറയാതെ ഞാൻ അബുദാബിയിലേക്ക് പോയി. എനിക്ക് അവിടെ ജോലിയും കാര്യങ്ങളൊക്കെ സെറ്റായിരുന്നു കേട്ടോ. എനിക്ക് തരാമെന്ന് പറഞ്ഞു. അതും മുടക്കാൻ വേണ്ടിയിട്ട് ഇവർ കുറേയൊക്കെ ശ്രമിച്ചായിരുന്നേ. ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ദുബായിലേക്ക് പോയതിനു ശേഷം അദ്ദേഹം വിളിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്തൊന്നും തന്നെ ആ കുട്ടി ഫോൺ എടുക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല. ഞാൻ ബിസിയാണ് എന്ന് പറയുന്നു. എന്നാൽ പുലർച്ചയ്ക്ക് 4 മണിക്ക് പോലും അലാറം വെച്ചുകൊണ്ട് അദ്ദേഹം വിളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതും നടപ്പിലാവുന്നില്ല. എന്നാൽ അതിനുശേഷം സുഹൃത്തുക്കൾ വഴിയാണ് ചില പ്രശ്നങ്ങളും ചില അഫയറുകളും എല്ലാം ഈ കുട്ടിക്ക് ഉള്ളതായിട്ട് അദ്ദേഹം അറിയുന്നത്. അതിനുശേഷം അദ്ദേഹം ദുബായിലേക്ക് തന്നെ പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഇനി അവിടെ ഒരു ജോലിയെല്ലാം തരപ്പെടുത്തിക്കൊണ്ട് തന്റെ വൈഫിനൊപ്പം സുഖമായിട്ട് അവിടെ ജീവിക്കാമെന്ന സ്വപ്നവുമായിട്ടാണ് അദ്ദേഹം ദുബായിലേക്ക് പോകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അതും നടക്കാത്ത ഒരു കോലമാണ്. അതിനുശേഷം ദുബായിൽ എത്തിയതിനു ശേഷം എന്താണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമുക്കതുകൂടി കേൾക്കാം. ഞങ്ങളൊരു 4 മണിക്കൂർ സംസാരിച്ച് കാണും കേട്ടോ. 4 മണിക്കൂർ സംസാരിച്ചതിൻ്റെ ഇടയ്ക്ക് തന്നെ ഈ പറയുന്ന സ്വാതിയുടെ പാർട്ണർ എനിക്ക് കോൾ ചെയ്തിട്ട് പറയുന്നത് എൻ്റെ അടുത്ത് സംസാരിക്കണം, അല്ല എനിക്ക് മെസ്സേജ് അയക്കുന്നത് ഇതൊക്കെയാണ്, എനിക്ക് നിങ്ങൾക്ക് സംസാരിക്കണം, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ സ്വാതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്തിനാ എനിക്ക് മെസ്സേജ് അയക്കുന്നത്, ഇവനും ഞാനും തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഇല്ല. പാർട്ട്ണർ ആകുമ്പോൾ ബിസിനസ് കാര്യമല്ലേ ചോദിക്കണ്ടേ. നമ്മുടെ ലൈഫിൽ നിങ്ങൾ ഇനി എങ്ങനെയാണ് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇനി ഒരുമിച്ചാണോ? ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ ഇനി ഒരുമിച്ചാണെന്നുള്ളത്. ആ ഒരു വോയിസും കാര്യങ്ങളെല്ലാം ഒരുമിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് ആദ്യമേ പറയാൻ സ്വാദിക്ക്. പക്ഷെ സ്വാതി എന്നെ പറയാതെ ഒരുമാതിരി എന്നെ ഇങ്ങനെ പ്രാന്തനാക്കിക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി. ആ ലാസ്റ്റ് എനിക്കൊരു എൻഡ് വേണമെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഇവിടുന്ന് അബുദാബിയിലേക്ക് പോയത്. അവിടെ ചെന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അവിടെ ചെന്നപ്പോൾ അവൻ എനിക്ക് മെസ്സേജ് അയക്കുന്നത് നിന്റെ വൈഫൊക്കെ മുമ്പാണെന്നുള്ള രീതിയിലൊക്കെയാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് അറിയത്തില്ല അതിൻ്റെ റീസണും കാര്യങ്ങളും. അത് സ്വാതിയോട് ചോദിക്കുമ്പോൾ സ്വാതിക്ക് അറിയത്തില്ലെന്നാണ് പറയുന്നത്.
അത് കഴിഞ്ഞിട്ട് അവന് എന്തോ ഒരുമാതിരി അവന്റെ വൈഫിനെ ഞാൻ പിടിച്ചു വെച്ച പോലെയാണ് അവൻ എൻ്റെ അടുത്ത് പെരുമാറിയത്. ഇതൊക്കെ കണ്ടിട്ട് ഞാൻ എങ്ങനെയൊക്കെ സഹിച്ചു നിന്ന് എനിക്ക് മാത്രം അറിയാം. എനിക്ക് അത് അത്രമാത്രം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്. അവിടെ വെച്ച് ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ കയ്യിൽ കടിക്കുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. ഞാൻ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അവൻ എൻ്റെ കയ്യിൽ കടിച്ചിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന സ്വാതിയുടെ പാർട്ട്ണർ. എനിക്കറിയത്തില്ല എന്ത് റീസൺ ആണെന്നുള്ള കാര്യം. ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്ത് സംസാരിച്ചു എന്നുള്ളൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളായിരുന്നേ ആ ഒരു സമയത്തെ. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഇടിയുണ്ടാക്കി എൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ഞാൻ അവൻ്റെ കോളറെ കയറി പിടിച്ചായിരുന്നു. നിനക്ക് എന്തിനാ ഇതിൽ ഇടപെടുന്നതെന്ന് ചോദിച്ചാൽ കോളറെ പിടിച്ചപ്പോൾ അവൻ എൻ്റെ കോളറൊക്കെ എൻ്റെ ലെഫ്റ്റ് കൈ കടിച്ചായിരുന്നു. ഇപ്പോൾ ദുബായിൽ എത്തിയതിന് ശേഷം ആദ്യമൊന്നും സ്വാതി സംസാരിക്കാൻ വേണ്ടി സമ്മതിക്കുന്നില്ല. അതിനുശേഷം ഒരുപാട് ചർച്ചകൾക്കൊടുവിൽ സംസാരിക്കാൻ വേണ്ടി സമ്മതിക്കുന്നു. 4 മണിക്കൂറുകളോളം അദ്ദേഹം സംസാരിക്കുകയാണ്. ആ സമയത്തൊക്കെ അദ്ദേഹത്തിന് കോള് വരികയാണ്. അദ്ദേഹത്തിൻ്റെ ബിസിനസ് പാർട്ണറിൽ നിന്നാണ് കോള് വരുന്നത്. എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഇനി ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി പോവുകയാണോ എന്നുള്ള പേഴ്സണൽ മാറ്ററിലെല്ലാം അദ്ദേഹം കയറി ഇടപെടുകയാണ്. ആ സമയത്ത് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ വൈഫിനോടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്, ഞങ്ങൾ ഒന്നിച്ച് താമസിക്കാൻ വേണ്ടി പോവുകയാണ്, നിനക്ക് എന്താണ് പ്രശ്നം എന്ന നിലയ്ക്ക് അദ്ദേഹം ബിസിനസ് പാർട്ണറോട് സംസാരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം ഒരുപാട് കയർത്തി ഇദ്ദേഹത്തിനോട് സംസാരിക്കുന്ന സമയത്തൊക്കെ സ്വാതിയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നമ്മുടെ ബിസിനസ് കാര്യങ്ങളാണ് അദ്ദേഹം സംസാരിക്കേണ്ടത്, നമ്മുടെ പേഴ്സണൽ ലൈഫിൽ എന്തിനാണ് അദ്ദേഹം കയറി ഇടപെടുന്നത് എന്ന രീതിയിലൊക്കെ അബി ഈ സ്വാതിയോട് കാര്യങ്ങളെല്ലാം ചോദിക്കുന്ന സമയത്തും സ്വാതി ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. എന്നാൽ അവസാനം ഈ കലാശക്കൊട്ട് എന്നൊക്കെ പറഞ്ഞ മാതിരി ഇത് അടിയിൽ കലാശിക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് നമ്മുടെ അവിനാശുമായിട്ട് ഇദ്ദേഹം അടിയിൽ ഏർപ്പെടുകയും അതിനുശേഷം കൈക്ക് കടിക്കുകയും അതുപോലെ തന്നെ മാന്തുകയും പിച്ചുകയും എല്ലാം ചെയ്തു. അതിനുശേഷം ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കുക വരെ TT എടുക്കുക വരെ അദ്ദേഹം ചെയ്തു എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇങ്ങനെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമാവുന്നതും ഈ പ്രശ്നങ്ങൾക്ക് അവസാനം ഇനിയൊരു തിരിച്ചുപോക്ക് ഇല്ല എന്ന് അദ്ദേഹത്തിന് 100% വ്യക്തമായതുകൊണ്ടാണ് അദ്ദേഹം ഡിവോഴ്സ് എന്ന ഒരു കാര്യം മുന്നോട്ട് വെക്കാൻ വേണ്ടി പോയത് എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ പറയുന്നത് എല്ലാം എൻ്റെ ഭാഗത്തുള്ള ശരികളാണ്, എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുപോലെ തന്നെ സ്വാതിക്ക് അതുപോലെ തന്നെ അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ മറ്റു ചില തെറ്റുകളോ ശരികളോ ഒക്കെ ഉണ്ടായേക്കാം. പക്ഷേ എന്തിന് 2 തോണിയിൽ കാല് വെക്കുന്നു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ശരിയായ രീതിയിൽ എന്നെ വേണ്ടെങ്കിൽ എന്നെ വേണ്ട എന്നും എനിക്ക് മറ്റൊരാളുമായിട്ട് അഫെയർ ഉണ്ട് എന്ന് എന്നോട് തുറന്നു പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ജീവിതം ഇങ്ങനെ നശിച്ചു പോവുകയില്ലായിരുന്നു എന്ന് പറയുകയാണ്. അവിടെ വെച്ചിട്ട് കൂടുതലൊന്നും ഇദ്ദേഹത്തിനോട് സംസാരിക്കാൻ പോലും ആ കുട്ടി താല്പര്യം കാണിക്കുന്നില്ല. കൂടുതലും സംസാരിക്കാൻ താല്പര്യം കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബിസിനസ് പാർട്ണറായ ചെക്കനുമായിട്ടാണ് എന്നാണ് പറയുന്നത്. അതിനുശേഷം ഇവരെല്ലാവരും കണ്ടുമുട്ടുന്ന ഒരു സീനുണ്ട്. ആ സീൻ അവസാനം ഞാൻ പറഞ്ഞ പോലെ അടിയിൽ കലാശിക്കുകയാണ്. ആ സമയത്ത് ആ കുട്ടിയുടെ കരച്ചിലും അതുപോലെ തന്നെ പ്രശ്നങ്ങളും എല്ലാം തന്നെ അദ്ദേഹം തന്നെ ലൈവായിട്ട് റെക്കോർഡ് ചെയ്തതിന് ശേഷം അദ്ദേഹം ഇപ്പോൾ പങ്കുവെച്ചിട്ടുണ്ട്. നമുക്ക് ആ കാര്യങ്ങളോട് കൂടി ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് ആ ഓഡിയോയിലെ സംഭാഷണത്തിലേക്കൊന്ന് പോകാം. അവളുടെ അടുത്ത് ചോദിക്കുന്നെന്തിനാ? എന്തോ ക്ലാരിഫിക്കേഷൻ ചോദിക്കാൻ. എടി നിനക്കെന്താ? അവൻ പറയാനുള്ള പറയട്ടെ. ഇവനും ഓരോ സംസാരിച്ച് കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. കുറച്ച് ടൈം കൊടുക്കും നമുക്ക്. അത്ര എളുപ്പമുള്ളതായത് ഇല്ല ഇവന്റെ അനുവാദം ഇപ്പൊ എടാ ഇല്ല ഇവ നിൽക്കുമ്പോ സംസാരിക്കുക എല്ലാം സംസാരിച്ചു ഓരോ ഹസ്ബൻഡ് ബന്ധം വിചാരിക്കൂ. അതായത് ഇവ നിൽക്കുമ്പോ വേറെ സംസാരിച്ചു കഴിഞ്ഞാല് അത് ശരിയല്ലാതെ. എന്തോ പ്ലാൻ പറ. ഞാൻ വന്നോളൊന്നും ആയിട്ടില്ല, നീ ഒന്ന് പോടാ. പോയിട്ട് പോയാ ഒരു മിനിറ്റ്. ഇല്ല അത് പോ. എന്താ
ഞാൻ മര്യാദക്കാണ് സ്വാതി കേറ് അവളെ വിളിക്ക് അവളെ വിളിക്ക് ഇവന്റെ ലീഗിലിന്റെ വൈഫാണ് ലീഗിലിന്റെ വൈഫാണ് ഞാൻ കൊണ്ടുവരാന്ന് പറഞ്ഞില്ലേ അവസാനം എല്ലാ കാര്യങ്ങളും കൈവിട്ടു പോവുകയാണ്. ആ സമയത്ത് ഈ അവിനാശും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് പാർട്ണറുമായിട്ട് അവസാനം കയ്യാങ്കളിയിലേക്ക് വരെ എത്തുന്ന ഒരു കോലമാണ്. അവിടെ നിന്ന് സ്വാതി നിലവിളിക്കുന്നതും കരയുന്നതും ഓടുന്നതുമെല്ലാം ആ ഓഡിയോയിൽ തന്നെ വ്യക്തമാണ്. പക്ഷേ ഈ വീഡിയോൻ്റെ താഴെ വന്ന രസകരമായ ഒരു കമൻറ്റ് എന്ന് പറയുന്നത് 18 കൊല്ലം പോറ്റി വളർത്തി കല്യാണം കഴിക്കാനുള്ള പ്രായമായപ്പോൾ സ്വന്തം ഇഷ്ടത്തിന് മറ്റൊരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയ ഈ കുട്ടിക്ക് അദ്ദേഹത്തെ വേണ്ട എന്ന് വെക്കാൻ അത്ര സമയമൊന്നും വേണ്ട എന്നൊരു കമൻ്റാണ് ഈ വീഡിയോൻ്റെ താഴെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. അത് സത്യമാണ്, ശരിയാണ് എന്ന് തോന്നുന്ന വിധത്തിൽ തന്നെയാണ് നമ്മുടെ സാദിയുടെ പ്രതികരണവും അവരുടെ പ്രവർത്തനവും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഡിവോഴ്സ് വേണമെന്ന് അദ്ദേഹം അങ്ങോട്ട് ആവശ്യപ്പെടാൻ വേണ്ടി തീരുമാനിച്ചത്. ആ സമയത്ത് പോലും ആ കുട്ടി പറയുന്നുണ്ട് ഡിവോഴ്സ് ഒന്നും കൊടുക്കില്ല എന്നൊക്കെയാണ് പോലും പറയുന്നത്. ഇങ്ങനെ 2 തോണിയിൽ കാല് വെച്ച് മുന്നോട്ട് പോകേണ്ട ആവശ്യം തനിക്ക് ഇല്ല എന്നാണ് അവിനാശ് പറയുന്നത്. വളരെ സത്യമായ ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം ഒന്നിച്ച് ജീവിക്കാമെന്ന സ്വപ്നവുമായിട്ടാണ് ദുബായിലേക്ക് വണ്ടി കയറിയതെങ്കിലും യാതൊരു കാരണവശാലും ഇവിടെ ഇതൊന്നും നടക്കില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് പോവുകയും ചെയ്തു. ഡിവോഴ്സ് പെറ്റീഷനുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. ഏതായാലും തീർച്ചയായിട്ടും 2 പേർക്കും ഒന്നിച്ച് പോകാൻ പറ്റാത്ത സ്ഥിതിക്ക് വേർപിരിഞ്ഞ് നല്ല പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുന്നതാണ് 2 പേർക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.